ഷിരൂരിൽ ഗംഗാവാലി പുഴയിലെ തെരച്ചിലിൽ ട്രക്കിൽ നിന്ന് കണ്ടെത്തിയ അർജുൻ്റെ മൃതദേഹത്തിൻ്റെ DNA പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പരിശോധനാ ഫലം ലഭിച്ച ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ എത്തിക്കും. സിജു കണ്ണൻ ഇപ്പോൾ അവിടെ നിന്ന് ചേരുകയാണ്. സിജു, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഏതായാലും കുറേ നാളുകളായിട്ടുള്ളൊരു വലിയ പരിശ്രമമാണ്. ആ പരിശ്രമമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സിജു അവിടെ നിന്ന് ഇന്നലെയൊക്കെ ദൃശ്യങ്ങൾ സഹിതം ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതുമായി അർജുനെ കണ്ടെത്തിയതും ഒക്കെയായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾക്ക് തന്നെ ആദ്യം നൽകാനായതും ആ ദൃശ്യങ്ങൾ സഹിതം സിജുവും നമ്മുടെ വാർത്താ സംഘവും ഒക്കെ നൽകിയത്. ഞാൻ രാവിലെ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാനതൊന്ന് ഓർത്തു എന്ന് മാത്രം. പക്ഷേ വല്ലാത്തൊരു വിഷമം പിടിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയതും അല്ലേ? മനാഫും അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബവും അതിനുവേണ്ടി എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരെല്ലാം ഒരേ മനസ്സോടെ നിന്നതുമൊക്കെ നമ്മുടെ മനസ്സിലെ നമ്മുടെ അനുഭവങ്ങളിലെ മറക്കാനാവാത്ത ഓരോരോ ഘട്ടങ്ങളാണ്. ശരത്, തീർച്ചയായും ഈ മലയാളികൾ ഇവിടെ എത്തിയ ഓരോ മനുഷ്യരും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ആവശ്യമായിരുന്നു അർജുനെ കണ്ടെത്തുക, അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അറിയുക എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടുക എന്നതായിരുന്നു ലക്ഷ്യം. പിന്നീട് പ്രതീക്ഷ മങ്ങിയപ്പോൾ അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയുക എന്ന ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരും പങ്കുവച്ചത്. കുടുംബം അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനാഫ്, മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിച്ചത്. അതിനൊരു ഉത്തരമാണ് കഴിഞ്ഞ 72ാം ദിവസം ലഭിച്ചത്. ആ ട്രക്ക് അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞു, അതിൽ നിന്ന് മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇവിടെ നടക്കാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഈ DNA പരിശോധനയാണ്. DNA പരിശോധനയ്ക്ക് ഇന്നലെ തന്നെ സാമ്പിൾ അയച്ചിരുന്നു. ഹുബ്ലിയിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് ഈ പരിശോധന നടക്കുന്നത്. നേരത്തെ തന്നെ കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചു വെച്ചിരുന്നു. വളരെ അടിയന്തരമായി ഈ പരിശോധന പൂർത്തിയാക്കണമെന്ന് സർക്കാർ തലത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊരു പക്ഷേ വളരെ പെട്ടെന്ന് ഈ DNA പരിശോധനാ ഫലം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. DNA പരിശോധനാ ഫലം എന്ന് പറയുന്നത് സാങ്കേതികമായ ഒരു നടപടിക്രമം പൂർത്തിയാക്കുക മാത്രമാണ്. കാരണം ട്രക്കിന്റെ ക്യാബിനകത്ത് നിന്നാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഗംഗാവാലി പുഴയിൽ നിന്ന് ഈ ട്രക്ക് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് റോഡിലേക്ക് ശ്രമകരമായി വലിച്ചു കയറ്റിയതിന് ശേഷം ഈ ട്രക്കിന്റെ തകർന്നു കിടക്കുന്ന ക്യാബിൻ ഭാഗം മുഴുവനായി ക്രെയിൻ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി നടത്തിയ പരിശോധനയിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം തന്നെ തെളിവുകളായി ലഭിച്ചിരുന്നു. വളരെ വൈകാരികമായ ഒരു നിമിഷമായിരുന്നു. ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ അർജുൻ്റെ മൊബൈൽ ഫോൺ, അർജുൻ ഉപയോഗിച്ചിരുന്ന വാച്ച്, അങ്ങനെ നിത്യേന ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഈ ട്രക്കുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ കണ്ടെടുത്തു. അതിൽ എല്ലാവരുടെയും കണ്ണ് നിറയിച്ച ഒരു രംഗം എന്ന് പറയുന്നത് ആ വാഹനത്തിനകത്ത് ഒരു കുഞ്ഞു ലോറി ഉണ്ടായിരുന്നു. അത് അർജുൻ്റെ മകന് വേണ്ടി നേരത്തെ വാങ്ങിച്ചതായിരുന്നു. പിന്നീട് വീട്ടിൽ നിന്ന് ഇതെടുത്ത് ഈ വാഹനത്തിൽ സൂക്ഷിച്ച ഒരു ലോറി ആയിരുന്നു, അതൊരു കളിപ്പാട്ടമായിരുന്നു. ആ കളിപ്പാട്ടം പുറത്തേക്കെടുക്കുമ്പോൾ വളരെ വൈകാരികമായ ഒരു നിമിഷമായിരുന്നു. കണ്ടുനിന്ന എല്ലാവർക്കും കണ്ണിൽ കണ്ണീരണിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ വസ്ത്രങ്ങളെല്ലാം തന്നെ തിരിച്ചറിയുകയും ഈ വസ്തുക്കളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞ് സഹോദരൻ അഭിജിത്ത്, ജിതിൻ എന്നിവരെല്ലാം തന്നെ അത് ശേഖരിച്ചിട്ടുണ്ട്. ഈ DNA പരിശോധന ഇന്ന് പൂർത്തിയാകുന്ന മുറയ്ക്ക് സിജു, നിങ്ങളൊക്കെ ഇങ്ങനെ എത്രയോ ഈ പറഞ്ഞതുപോലെ 72 ദിവസത്തിന് ശേഷമാണ് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അങ്ങനെ അത്രയും ദിവസങ്ങൾ കൊണ്ടുണ്ടായ ഒരു അടുപ്പമുണ്ട് മനാഫിനോടായാലും ജിതിനോടായാലും ഒക്കെ. നമ്മളൊക്കെ ഓരോ സമയത്തും ഓരോ വിവരം അറിയാൻ വേണ്ടി നിങ്ങളൊക്കെ തന്ന അടുപ്പത്തിൽ നിന്നും നമ്പറിൽ നിന്നുമൊക്കെ ഇവരെയൊക്കെ നമ്മളുമൊക്കെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരിതൊക്കെ അർജുനെ കിട്ടുന്നില്ല, അർജുൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ ആ ഓർമ്മകളെ കൂടുതൽ ദീപ്തമാക്കുന്ന കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ ആ വാഹനത്തിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ ക്യാബിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. അയാന് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അയാനുമായി കളിച്ചതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് അർജുൻ എടുത്ത് വാഹനത്തിൽ വെച്ചതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഓരോ മനാഫിൻ്റെ വാക്കുകൾ ഞാൻ സിജുവുമായി മനാഫ് സംസാരിച്ചൊക്കെ ഓർക്കുകയാണ്. എന്തൊരു മനുഷ്യനാണ് ഇയാൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെ മാധ്യമ സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങുക, അധികാരികളെ കാണുക, ഗംഗാവാലി പുഴയിൽ നിന്നും അവനെയും കൊണ്ടേ പോകൂ എന്ന് പറയുന്ന തരത്തിലുള്ള നിശ്ചയദാർഢ്യം. ഒടുവിൽ കയ്യിൽ കിട്ടിയ ഓർമ്മകളെയെല്ലാം ചേർത്തു പിടിച്ച് തിരിച്ചൊരു നാട്ടിലേക്ക് അർജുനില്ലാതെ മടങ്ങിപ്പോകുന്ന ആ മനുഷ്യരുടെ ഒരു വേദനയുണ്ടല്ലോ, അതിനൊപ്പം നിന്ന മനുഷ്യർ കൂടിയാണ് നിങ്ങളൊക്കെ, സിജുവുമൊക്കെ.
ശരത്ത്, തീർച്ചയായും നമ്മൾ മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറയാറുള്ളത് ഈ വാർത്തകൾ നമ്മൾ എടുക്കുമ്പോൾ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. വൈകാരികമായി ഒരു നിമിഷങ്ങൾക്കും നമ്മൾ അടിമപ്പെടരുത്, ആ രീതിയിലേക്ക് പ്രതികരണം ഉണ്ടാകരുത് എന്നാണ് സാധാരണ നിലയിൽ നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഈ അർജുനുമായി ബന്ധപ്പെട്ട നിമിഷങ്ങളിൽ നമ്മൾ ജൂലൈ 19 നമ്മൾ ഇവിടെ എത്തി തുടങ്ങിയതാണ്. പല ഘട്ടങ്ങളിലായി പല പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഈ തെരച്ചിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം നിന്നുകൊണ്ട് ഓരോ നിമിഷവും ആ വാർത്തകൾ എത്തിച്ചവരാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ സെപ്റ്റംബർ 25-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ശേഷം കൃത്യം 3 മണിക്ക് ആ ട്രക്ക് മുകളിലേക്ക് ഉയർത്തുമ്പോൾ എല്ലാവരുടെ മനസ്സും ഒരുപക്ഷെ ഈ ജിതിൻ സഹോദരി ഭർത്താവ് ജിതിൻ, സഹോദരൻ അഭിജിത്ത്, അതോടൊപ്പം തന്നെ ട്രക്ക് ഉടമ മനാഫ് എന്നിവർ പൊട്ടിക്കരയുന്ന ആ നിമിഷത്തിൽ നമ്മളും വല്ലാതെ ഒരു വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും ദിവസം കൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് ഇവരുമായി ഉണ്ടായ ഒരു അടുപ്പം, അതിനുമപ്പുറം ആ മലയാളികൾ ഒന്നടങ്കം അർജുനെ സ്വന്തം വീട്ടിലെ ഒരാളെന്ന നിലയിൽ തന്നെ ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. വല്ലാതെ നമ്മൾ പരിചയപ്പെട്ടില്ലെങ്കിലും അങ്ങനെ ഏറ്റവും അടുപ്പമുള്ള ഒരാളെ പോലെയായിരുന്നു നമുക്കെല്ലാം തന്നെ അനുഭവപ്പെട്ടത്. ഈ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ. മനാഫിനെ കുറിച്ച് പിന്നീട് പല ഘട്ടങ്ങളിലായി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം വന്നപ്പോഴെല്ലാം തന്നെ മനാഫ് പറഞ്ഞത് അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും, സത്യമൊരിക്കൽ തെളിയുമെന്ന് പല ഘട്ടത്തിൽ നമ്മൾ വ്യക്തിപരമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ മനാഫ് പറഞ്ഞിട്ടുണ്ട്. അത്രയും ആരോപണങ്ങൾ നേരിട്ട മനുഷ്യൻ ആ ഒരു സത്യം തെളിയുന്ന നിമിഷത്തിൽ പൊട്ടിക്കരയുന്നത്, നമ്മുടെ മൈക്കിന് മുന്നിൽ പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മനാഫ് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ സെപ്റ്റംബർ 25-ന് 3 മണിക്ക് ആ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ആ ട്രക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, എന്നേക്കുമായി ഈ ദൗത്യം ഉപേക്ഷിച്ചു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ജീവിതകാലം മുഴുവൻ ഒരു കള്ളനെന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിളിപ്പേരിലും അറിയപ്പെടേണ്ടി വന്നേനെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. മറ്റൊരാൾ സഹോദരി ഭർത്താവ് ജിതിൻ ആണ്. സഹോദരി ഭർത്താവ് ജിതിൻ ഈ പ്രശ്നം വന്നത് മുതൽ, ഈ അപകടം ഉണ്ടായത് മുതൽ ഇവിടെ നിരന്തരം ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുകയും മുഴുവൻ സമയം ഇവിടെ ചിലവഴിച്ച ഒരാളാണ്. ഇങ്ങനെ നിരവധി മനുഷ്യരുണ്ട്. ഈ സാധാരണ നിലയിൽ ഒരുപക്ഷെ ഏതോ ഒരു ഘട്ടത്തിൽ അത് ഉപേക്ഷിച്ച് പോവേണ്ട ഒരു ദൗത്യത്തെ വീണ്ടും വീണ്ടും അത് ചർച്ചയാക്കുകയും അത് വീണ്ടും ഈ ദൗത്യം 72 ദിവസത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത മനുഷ്യരുണ്ട്. അതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ ഒരു പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. 4-ാം ദിവസമാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വരുന്നത്. കേരള സർക്കാരിന്റെ കൂടി ഒരു ഇടപെടലിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ 72-ാം ദിവസം അർജുന്റെ ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന്റെ തുടർ നടപടികൾ ഈ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ എല്ലാവരുടെയും ഒരു ഇടപെടലാണ്. സർക്കാരിന്റെ ഇടപെടലിനെ കുറിച്ച് സിജു അവസാനം പറഞ്ഞതുപോലെ ഒന്നും നടക്കുന്നില്ല എന്നൊരു വലിയ വേദന നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഏതാണ്ട് ഒരു 4 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഇവിടെ കാര്യമായി വിവരങ്ങൾ അറിയുന്നത്. ഉടൻ തന്നെ സർക്കാർ ഇടപെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സിദ്ധരാമയ്യയുമായി സംസാരിക്കുന്നു, കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു. ഇവിടെ നിന്ന് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ വലിയ സംഘത്തെ ചുമതലപ്പെടുത്തുന്നു, മന്ത്രിമാർക്ക് ചുമതല കൊടുക്കുന്നു. ആ രൂപത്തിൽ അവിടെയാണ് എന്തിനാണ് നിങ്ങൾ ഇത്രമേൽ ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതെന്നുള്ള നിലയിലുള്ള ഒരു ഡ്രൈവർക്ക് വേണ്ടി ഇങ്ങനെ എന്തിനാണ് എല്ലാവരും കൂടി പരിശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്ന നിലയിൽ അത്ഭുതം കൂറുന്ന ഒരു നാട് നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെ മാറി ഈ രൂപത്തിലെങ്കിലുമൊക്കെ ഒരു ഉത്തരം ഉണ്ടാകുന്നത്, ആ കുടുംബത്തിന് ആ നിലയിൽ അർജുൻ്റെ മൃതദേഹം കിട്ടുന്ന ഒരവസ്ഥയുണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കടന്നുപോയ ദിവസങ്ങളെക്കുറിച്ചും ഒക്കെയാണ് സിജു ഇപ്പോൾ നമ്മളുമായി അവിടെ നിന്ന് ഷിരൂരിൽ നിന്ന് സംസാരിച്ചപ്പോൾ പങ്കുവച്ചത്.